ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു രേണുസുതിയെക്കുറിച്ച്. അതിനുമായിട്ട് അനുബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ്. കാരണം രേണുസുതി പറയുന്നത് തനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ പാസ്റ്റ് എന്താണെന്ന് പറയാനോ അതിനെക്കുറിച്ച് താല്പര്യമില്ല, അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് ഈ അലിൻ ജോസ് പെരേര അവരുടെ വീട്ടിൽ, അതായത് സുധിലയം എന്ന് പറഞ്ഞാൽ സുധിയോടുള്ള സ്നേഹമുള്ളതുകൊണ്ട് ഒരു ബിഷപ്പ് അവർക്കൊരു കുറച്ച് സ്ഥലവും ഒരു വീടും ഒക്കെ വെച്ച് ഇടയാക്കി കൊടുത്തു. അപ്പോൾ അവിടെ ഡാൻസ് കളിക്കുന്നു, അതായത് സുധി ചേട്ടനോടുള്ള ചരമദിനത്തിൽ ആ ഡാൻസ് കളിച്ച് ഒട്ടും തെറ്റായി പോയില്ലെന്ന് രേണുസുതിക്ക് ഇതുവരെ മനസ്സിലായില്ല. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് അല്ലെങ്കിൽ തെറ്റായിപ്പോയി എന്ന് പറയാൻ, അല്ലെങ്കിൽ തെറ്റ് ക്ഷമിച്ച്, അല്ലെങ്കിൽ തെറ്റായിപ്പോയി അന്ന് നടന്ന സംഭവങ്ങൾ ഇച്ചിരി ഓവറായിപ്പോയി എന്ന് പറയാൻ പോലുള്ള മാനസികസ്ഥിതിയിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരികയാണ്. അത് കേരള സമൂഹത്തിനല്ല, എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ അലിൻ ജോസ് പെരേര. അത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് സമൂഹത്തിൽ, മാധ്യമത്തിൽ വന്ന് ആ തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു മാനസിക സ്ഥിതിയെങ്കിലും അദ്ദേഹം കാണിച്ചു. കാരണം അലിൻ ജോസ് പെരേരയുടെ കാര്യം എടുത്താൽ അദ്ദേഹം വൈറലായത്, ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു, വൈറലായത് ഡാൻസ് കളിച്ചുകൊണ്ടാണ്, ഡാൻസും പാട്ടും കളിച്ചുകൊണ്ടാണ്. അഥവാ അദ്ദേഹം ആ ചരമദിനത്തിൽ അവിടെ വന്ന്, അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പം ചരമദിനത്തിൽ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം, ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഒരു പാട്ടുകാരൻ ഒരു വേദിയിലല്ല ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ പാട്ട് പാടുകയാണ് അർത്ഥം. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോയി മിമിക്രി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്ന ഡാൻസർ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ലേഡി ജിം ഉള്ള ഒരാൾ, ദയാകൃഷ്ണ അങ്ങനെ കണ്ടാന്ന് പേര്. പുള്ളിക്കാരത്തി ഏതോ ഒരു സ്റ്റേജിൽ പുള്ളിക്കാരിയെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ പുള്ളിക്കാരത്തി അവിടെ ചെന്ന് കാണിച്ചത് പ്രസംഗമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് പ്രസംഗം പറയാനൊന്നും, അല്ലെങ്കിൽ എനിക്കൊരു ഒത്തിരി ആശംസ പറയാനൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് ബോഡി ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡി ഷോ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ സ്റ്റേജിൽ ഷോ കാണിച്ചു. അതുപോലെ തന്നെ അലിൻ ജോസ് പെരേര വൈറലായത് പുള്ളിക്കാരൻ ഡാൻസ് കളിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ചരമദിനമാണോ, വീട് ഏതാ, എന്താണെന്ന് പുള്ളിക്കറിയത്തില്ല. പുള്ളിയെ അവിടെ ഗസ്റ്റായിട്ട് വിളിച്ചു, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്ക് ഡാൻസ് കളിച്ചപ്പോൾ അല്ലെങ്കിൽ അത് വീഡിയോ എടുത്ത് ഇടല്ലെന്നും മീഡിയക്കാരും ഒരു ഇത് കാണിച്ചില്ല. അതുപോലെ തന്നെ ആ ഡാൻസ് കളിച്ചതിന് പ്രോത്സാഹിപ്പിക്കുകയാണ് രേണുസുതി എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വീട്ടിലെ അല്ലെങ്കിൽ അന്ന് ആ ചരമ പരിപാടി അല്ലെങ്കിൽ അതവിടെ നടത്തുമ്പോൾ അതിൽ ഏറ്റവും വലിയ സുപ്രീം പവർ എന്ന് പറയുന്ന ആള് രേണുസുതിയാണ്. സുപ്രീം പവർ, അതായത് ആ വീട്ടിൽ എന്ത് ചെയ്യണം ചെയ്യണ്ട, എന്ത് നടക്കണം നടത്തണ്ട, എങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പോലും ആജ്ഞാപിക്കാനുള്ള പവറുള്ള ഒരാളാണ് അവിടെ രേണുസുതി, അല്ലെങ്കിൽ സുധിയുടെ വൈഫ് രേണു. പുള്ളിക്കാരിക്ക് 100% പറയായിരുന്നു അങ്ങനൊരു ഡാൻസ് അവിടെ കളിക്കാൻ പാടില്ല, കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ചരമദിനമാണ്, അതുകൊണ്ട് നിങ്ങളാരും ഇത് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ അവിടെ ഒരു പേക്കോലൻ നിൽപ്പുണ്ടായിരുന്നു, പ്രതീഷ് എന്ന് പറയുന്നത്, അവനും പറയായിരുന്നു, അവൻ്റെ ഭാര്യ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവിടെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, അവർക്കും പറയായിരുന്നു അങ്ങനെ ഒരു കാര്യം അവിടെ ചെയ്യാൻ പാടില്ല. കാരണം ചരമദിനത്തിൽ ചിരിക്കല്ലെന്നല്ല, ചിരിച്ച് സന്തോഷിക്കേണ്ട ഒരു സമയമല്ലത്. കാരണം അവരുടെ ഏറ്റവും, അല്ലെങ്കിൽ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആൾ രേണുസുതിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവരെന്തൊക്കെയോ അവരുടെ പെർഫ്യൂം പറയുന്നു, അവർക്ക് എന്തോ എൻ്റെ സുധിച്ചേട്ടൻ, എൻ്റെ പെർഫ്യൂം, എൻ്റെ വാവാച്ചി എന്നൊക്കെ പറയുന്ന പുള്ളിക്കാരൻ അവരെ വിട്ടുപോയിട്ട് അതിനു വേണ്ടി രസം സമൂഹം പോലും വേദനയോടെ നോക്കി കാണുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവിടെ ഒരിക്കലും അങ്ങനെ ഡാൻസ് കളിക്കുന്നതിനോട് രേണുസുതി പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റാര് പ്രോത്സാഹിപ്പിച്ചാലും രേണുസുതി പ്രോത്സാഹിപ്പിക്കില്ല. ഉദാഹരണത്തിന് രണ്ടാമത്തെ കാര്യം, രേണുസുതി പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ആ
അലിൻ ജോസ് പെരേര അവിടെ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ, അതോ വേറെന്തൊക്കെ പാട്ടിട്ട് ഡാൻസ് കളിക്കുമ്പോൾ രേണുസുതി പുറമെ നിന്ന് കൈയ്യട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഓരോണ്ട് പറഞ്ഞ പോലെ ഇത് വന്നതിനും ഡാൻസ് കളിച്ചതിനും നന്ദി എന്ന് പറയുന്നു. അതൊന്നും അവിടെ ചെയ്യേണ്ട കാര്യമില്ല. അത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കലാരൂപങ്ങൾ അവിടെ കാണിക്കാനുള്ള ഒരു അവസരമല്ലത്. അത് ജസ്റ്റ് അദ്ദേഹത്തെ ചരമദിനം ഓർത്തു സന്തോഷത്തോടെ ആഹാരം കഴിക്കുകയോ ഉണ്ടെങ്കിൽ ആഹാരം കഴിച്ച് പിരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭം. ഇതൊന്നും അറിയാതെ എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെന്ന് പറയുന്നത് ഇവരൊക്കെ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇന്ന് ഞാൻ വേറൊരു ഇന്റർവ്യൂ ഇവിടെ കണ്ടു. അതായത് അനൂപ് ജോൺ, അതായത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോയുടെ ഡയറക്ടറായിരുന്നു അനൂപ് ജോൺ. അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അനൂപ് ജോണിൻ്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ വിഷമിച്ചാണ് ഇന്റർവ്യൂവിൽ ഓരോ കാര്യങ്ങൾ സ്തുതിയെ പറ്റി പറയുന്നത്. ഒന്ന് ഓർക്കണം, കുറേ ഷോയിൽ ഇത്ര സമയം കണ്ട ഒരു വ്യക്തി, അതായത് കുറച്ച് നാൾ കൂടെ ഉണ്ടായിരുന്ന ഷോ ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, ഈ കൊല്ലം സ്തുതിയെക്കുറിച്ച്. അദ്ദേഹത്തിന് പോലും വിഷമത്തോടാണ് അദ്ദേഹം ഇന്റർവ്യൂവിൽ ആ സ്തുതിയുടെ കാര്യം പോലും ഓർക്കുന്നത്. അതുപോലെ തന്നെ രശ്മി നക്ഷത്രം, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സ്തുതിയെ കൂടെയുള്ള ഓരോ ആർട്ടിസ്റ്റും അദ്ദേഹത്തിന് കൂടെ കുറച്ച് നാൾ ചിലവിട്ട സമയങ്ങളെക്കുറിച്ച് ഓർമ്മ പുതുക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ഇമോഷണലി ആണ് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ കൊല്ലം സ്തുതി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ വൈഫ്, അതായത് 5 വർഷം അല്ലെങ്കിൽ 6 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അവരെ വിട്ടുപോയി കഴിയുമ്പോൾ അവർ വേദനയോടെ തന്നെ ഓർക്കേണ്ട ഒരു നിമിഷമാണത്. അവിടെ ഡാൻസ് കളിച്ച്, അതുപോലെ തന്നെ അത് വേറൊരു വീഡിയോയുടെ ഞാൻ കാണുന്നു, ഭക്ഷണം കണ്ട് വിളമ്പി കൊടുക്കുമ്പോൾ രേണുസുതി വളരെ ആനന്ദിച്ചാണ് കഴിക്കുന്നത്. അങ്ങനെ ചിരിക്കില്ലെന്നോ ആനന്ദിക്കില്ലെന്നോ ഒന്നുമല്ല പറയുന്നത്. പക്ഷെ ഇവരുടെ ഇത്ര ഇൻറ്റിമസി കാണിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതേ സംബന്ധിച്ച് ഈ കൊല്ലം സ്തുതിയുമായിട്ട് എൻ്റെ ഈ സുധിച്ചേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തി ഈ 2 വള്ളത്തിൽ കാല് ചവിട്ടുന്ന പോലുള്ള കാണിക്കുമ്പോഴാണ് സമൂഹം പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർ ജീവിക്കാൻ വേണ്ടി അവർ ഷോർട്ട് ഫിലിമോ സിനിമയോ ഇനി എന്ത് വൾഗാരിറ്റിയുള്ള കാര്യം കാണിച്ചാലും സമൂഹത്തിന് ഒരു പ്രശ്നവുമില്ല. ഇവരെ സംബന്ധിച്ച് ഇവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് 2 രീതി പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സമൂഹത്തിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവരെ കുറിച്ച്, ഇവരുടെ ഈ ഓരോ രീതികൾ കാണുമ്പോൾ. അതിനു മുമ്പ് ഏറ്റവും വേറൊരു രസമെന്ന് പറഞ്ഞാൽ, ഈ കിച്ചു, കൊല്ലം സ്തുതിയുടെ വൈഫ് എന്ന് പറയുന്ന ആദ്യത്തെ വൈഫിൻ്റെ മകനാണ് കിച്ചു. ആ കിച്ചു എന്തുകൊണ്ട് സുധിലേവ് എന്ന് പറഞ്ഞ വീട്ടിൽ വരുന്നില്ല? എന്തുകൊണ്ട് ആ സമയത്ത് അവിടെ എത്തിയില്ല? അവിടെ ഭയങ്കര പരിപാടികളൊക്കെ, കൊല്ലത്ത് പരിപാടികൾ നടത്തുക മാത്രം ചെയ്ത് എന്തുകൊണ്ട് ഈ സ്തുതിലയത്തിൽ അല്ലെങ്കിൽ ഇവിടോട്ട് വന്നില്ല? കൊല്ലം സ്തുതിയുടെ മോഹന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആ പയ്യൻ ഈ രേണുസുതിയെ കൈവാരിത്തേക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും പറയാത്തത്. അതുകൊണ്ട് ഒരുപാട് ഇതായി കഴിയുമ്പോൾ ആ കൊല്ലം സ്തുതിയുടെ ചെറുക്കൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയും ഈ സമൂഹത്തിന്. എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ വെറുതെ വിട്, എൻ്റെ അച്ഛനെ കുറിച്ച് കാര്യങ്ങളൊന്നും പറയരുത് എന്ന് തന്നെ ഒരു താക്കീത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2ാം ഭാര്യ എന്ന് പറയുന്ന ആളും പറയുന്നുണ്ട്, ഈ കൊല്ലം സ്തുതി ഒരുപാട് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാതെ ഇവർ ഈ കൊല്ലം സ്തുതിയുടെ വൈഫ് എന്ന ബ്രാൻഡ് ഉപയോഗിച്ച് എന്തെല്ലോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടാവുന്നതാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, രേണുസുതി എന്ന് പറഞ്ഞ പേര് ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കുന്നു, ഭയങ്കര ഇത് കൊടുക്കുന്നു, ഷോർട്സ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, ഡാൻസ്, ഇതെല്ലാം ചെയ്തോട്ടെ. പക്ഷെങ്കിൽ ആ മരിച്ചുപോയ ആ വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ തേജോവധം ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നത്? രേണുസുതിയെക്കുറിച്ച് ഈ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്ന, ആദ്യം കല്യാണം കഴിച്ചിരുന്നു, രണ്ടാമതെയാണ് ഈ കുടുംബം കലക്കി 2ാമത് കല്യാണം കഴിച്ചത്, ഇതൊക്കെ സത്യമുള്ളൊരു കാര്യമാണ്. നമ്മളൊരിക്കലും ഈ കോട്ടയംകാരും ഞാലൂരിക്കാർക്കും ഒന്നും നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമുള്ളൊരു കാര്യം. അത് രേണുസുതിക്കും അറിയാം. താൻ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് വൾഗാരിറ്റിയുള്ള കാര്യങ്ങൾ സമൂഹം അറിയും, സമൂഹം അത് മുന്നോട്ടെടുത്ത് വെക്കുമെന്നൊക്കെ അറിയാം. എങ്കിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ
ആ ഒന്നാമത് ഏറ്റവും വലിയ വൈഫിനൊക്കെ കൂടുതൽ അവകാശം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉള്ളത് കൊല്ലം സുധിയുടെ മൂത്ത മോൻ. ഇതിനെ സംബന്ധിച്ച് രേണു സുധി ഈ യൂട്യൂബർമാരെല്ലാം ഒരുപാട് അതും ഇതൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ലേ, എനിക്ക് കരയാൻ പറ്റത്തില്ലേ, എനിക്ക് കല്ലറയ്ക്ക് മുമ്പിൽ കരയാൻ പറ്റത്തില്ലേ? കരയാൻ പറ്റും, കല്ലറയ്ക്ക് മുമ്പിൽ ഇരുന്ന് കരയാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതാരും ഇടപെടാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, നിങ്ങൾ അലിൻ ജോസ് പെരേര അവിടെ നിന്ന് ഡാൻസ് കളിച്ചതിൽ തെറ്റില്ല. അത് അവന് പൊട്ടത്തരം കൊണ്ട് അവൻ കളിച്ചെന്ന് വെച്ചാൽ നിങ്ങളെന്തിനാ കൈകൊട്ടിയെന്ന്? നിങ്ങൾ ആ സ്പോട്ടിൽ ആ ക്യാമറയ്ക്ക് പുറകിൽ എന്തിനാണ് നിന്ന്? നിങ്ങളല്ലെങ്കിൽ ആ ക്യാമറ അല്ലെങ്കിൽ ആ എഡിറ്റോരോട് നിങ്ങൾ പറയണം, നിങ്ങളത് സമൂഹത്തിലിടാൻ പാടില്ല, എൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. അത് ചെയ്തതും പോരാഞ്ഞ് അത് സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലിട്ട് അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ആർട്ടിസ്റ്റ് പൊതുസ്ഥലത്താണ്. അതുപോലെ തന്നെയാണ് കൊല്ലം സുധി സമൂഹത്തിന് ഒരുപാട് കോമഡികൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സമൂഹത്തിൽ ദോഷം ചെയ്തില്ലെങ്കിലും അദ്ദേഹം ഈ കോമഡികളായ ആൾക്കാരെ രസിപ്പിച്ച ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ കാണിക്കുന്ന ഒരു സ്നേഹമില്ലായ്മയെ പോലെ ഒരു അവജ്ഞയാണ് നമുക്ക് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിലും നിന്ദിച്ചില്ലെങ്കിലും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അലിൻ ജോസ് പെരേര. അലിൻ ജോസ് പെരേര അവിടെ നിന്ന് ഡാൻസ് കളിച്ചു, ശരിയാണ്, അവിടെ ഡാൻസ് കളിച്ചു, അവിടെ ഒരുപാട് ഇതൊക്കെ കാണിച്ചു. എങ്കിലും അത് പറഞ്ഞ് പറയാൻ ആരുമില്ലായിരുന്നു. എൻ്റെ കലാരൂപം അതാണ്. അലിൻ ജോസ് പെരേരയുടെ കലാരൂപം എന്ന് പറയുന്നത് ആ ഡാൻസ് കളിയും പാട്ടുമാണ്. അല്ലാതെ മിമിക്രി കാണിക്കാനോ മറ്റൊന്നും കാണിക്കാനോ അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പോൾ അവിടെ നിന്ന് ആ കലാരൂപം കാണിച്ചു. ആ കലാരൂപം ഈ ചരമദിനത്തോടനുബന്ധിച്ച് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അയാളത് ചെയ്തു. അതിന് വിവരം ഉണ്ടായിരുന്ന ഈ രേണു സുധി അല്ലെങ്കിൽ അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു, ആ പ്രജീഷ്, അവിടെ ഒത്തിരി ആർട്ടിസ്റ്റ്, അവരോട് പറയായിരുന്നു നിങ്ങളത് ഈ ദൈവത്തെ ഓർത്ത് ഇവിടെ ഒരു ചരമദിനമാണ്, ഇത് കോമാളി ദിവസമല്ല എന്ന് പറഞ്ഞ് അത് നിർത്തലാക്കി. രേണു സുധിയോടെ ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയിൽ ആൾക്കാരും കമൻറ്റ് ചെയ്യും. നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യും. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളെ കമൻറ്റ് ചെയ്യും. നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളെ തെറി വിളിക്കും നേരിട്ട് കണ്ട ചിലർ. കാരണം നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ. കാരണം കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് സമൂഹത്തിൻ്റെ പൊതുസ്വത്താണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പിന്നെ നിങ്ങൾ ചെയ്ത കാര്യം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നിങ്ങൾ വിവരമില്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾ നിങ്ങൾ കുറച്ച് മുമ്പേ പറയുന്നത് കേട്ടു, നിങ്ങളുടെ ആർട്ടിസ്റ്റുകളെയൊക്കെയാണ് വിളിച്ചത്. ആ ആർട്ടിസ്റ്റുകളോട് നിങ്ങളൊന്ന് ചോദിച്ചത് നിങ്ങൾ ഈ ചെയ്ത കാര്യം ശരിയാണോ? രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ചരമദിനത്തിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുമെന്ന് വളരെ പവിത്രമായിട്ട് വളരെ ഒന്നുമില്ലെങ്കിലും വളരെ മൗനമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ആരോടും ചോദിച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി നിങ്ങൾ ക്ഷമാപണം നടത്തും. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഒരു സമാധാനത്തോടെ അല്ലേ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും. അല്ലാതെ നിങ്ങൾ ഈ കിടന്നുകൊണ്ട് അവരെയും കൂടെ തെറി വിളിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ജീവിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത് നടക്കത്തില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു ഒരു കണ്ടന്റ് ഇട്ട് നിങ്ങൾ അതിൽ നിന്ന് സാമ്പത്തികം ഉണ്ടാക്കി നിങ്ങൾക്ക് ജീവിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നടക്കത്തില്ല. കാരണം നിങ്ങൾ ബിഗ് ബോസിൽ കയറാൻ ഒരുങ്ങുന്നു, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള മീഡിയകളെല്ലാം നിങ്ങൾ അഭിനയിക്കുന്ന ആൽബങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിലല്ലേ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലല്ലോ, ഒരു ചാനലും ഇല്ലല്ലോ. ഇനി ചാനലിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാം നടത്തിയാൽ തന്നെ അവിടെയും ജനങ്ങളാണ്. അപ്പം ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തെ വെറുപ്പിച്ചുകൊണ്ട് ഈ സോഷ്യൽ ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരങ്ങൾക്കുണ്ട ഒന്നും നിലനിൽപ്പില്ല. വെറുപ്പിച്ചുകൊണ്ട് കുറച്ച് നാൾ മുന്നോട്ട് പോകാൻ പറ്റും. അത് കഴിയുമ്പോൾ അവരുടെ എല്ലാ ഇമേജും അവിടെ നശിക്കും. കാരണം കുറച്ച് നാളൊക്കെ നിങ്ങളുടെ നെഗറ്റീവ് പറയാൻ, നിങ്ങളെ തെറി വിളിക്കാനും കുറച്ച് നാൾ കാണും. അത് കഴിഞ്ഞ് നിങ്ങളെ തെറി വിളിക്കാനും പറ്റും. പക്ഷേ നിങ്ങൾ നല്ല കണ്ടന്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. നിങ്ങളുടെ കൂടെ ആയിരങ്ങൾ കൂടെ കാണും. നിങ്ങളുടെ 10 പേര് മതിയെന്ന്, നിങ്ങളൊരു 10 പേര് പോയിട്ട് ഒരാൾ പോലും കാണത്തില്ല. കാരണം നിങ്ങളിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോയത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സന്തോഷ് പണ്ഡിതിനെ തെറി വിളിച്ച് അവസാനം ഇപ്പം തെറി വിളിക്കാൻ സന്തോഷ് പണ്ഡിത് എവിടാന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഒത്തിരി സോഷ്യൽ മീഡിയ താരങ്ങളുണ്ട്. പോസിറ്റീവായിട്ട് വന്നാൽ നെഗറ്റീവായിട്ട് വന്നാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എനിക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ
ഈ ചരമദിനത്തും അടുത്ത ചരമദിനത്തിൽ നിങ്ങൾ വേണം ഗാനമേള നടത്തി ആഘോഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത വർഷം കൊല്ലം സുധി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ ചരമദിനം നിങ്ങളൊരു വലിയൊരിഷ്ടമെങ്കിൽ വലിയൊരു ആർട്ടിസ്റ്റ് ഷോ നടത്തി അല്ലെങ്കിൽ ഒരു കോമഡി ദിനം നടത്തി നിങ്ങൾ വലിയ ആർട്ടിസ്റ്റിനെ വെച്ച് വലിയ ഗാനമേളയും വലിയ പാട്ടും ഇതൊക്കെ നടത്തി ആഘോഷിക്കും. അങ്ങനെ ആഘോഷങ്ങളല്ല. നിങ്ങൾ ആദ്യം ചരമദിനം എന്താണെന്നും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾ ആദ്യം ആലോചിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ചരമദിനത്തിൽ നിങ്ങളൊരു 10 പിള്ളേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊല്ലം സ്തുതിയുടെ പേരിൽ ഒരു അനുസ്മരണ സമ്മേളനം നടത്തുക. അതിനോടനുബന്ധിച്ച് അവിടെ 10 പേരെ വിളിച്ച് പ്രസംഗിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, 2 വാക്ക് സ്തുതിയുടെ ഓർമ്മകളെ കുറിച്ച് സംസാരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ നിന്ന് അലിൻ ജോസ് പെരേരയും മറ്റുള്ളവരെ കൊണ്ട് പാട്ട് പാടിച്ച് കുറേ മീഡിയക്കാരെ അങ്ങോട്ട് വിളിച്ച് അവരും കുറേ ഫോട്ടോ നിങ്ങളുടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് അതൊന്നും അല്ല. അത് നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി സമൂഹം ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാക്കുക. സമൂഹം ചെയ്യുന്നതെന്ന് പറഞ്ഞ ചരമദിനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ ചരമദിനത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി നിങ്ങളൊന്ന് ആരോടെങ്കിലും ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കുറേ ആർട്ടിസ്റ്റുകൾ നിങ്ങളെ വെച്ച് കുറേ ഷോർട്ട് ഫിലിമും വീഡിയോസും എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടും ചോദിക്കും ഇതൊക്കെ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ആർട്ടിസ്റ്റിനെ എൻ്റെ ചരമദിനത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതൊക്കെ അവർ പറഞ്ഞു തരും. അവരോട് ചോദിക്കണം. അവർ പറഞ്ഞു തരും. അല്ല നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അതിനൊപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോഷ്യൽ മീഡിയക്കാർ പറയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ തരങ്ങൾക്കും ഈ സോഷ്യൽ മീഡിയയിലുള്ളതും ജനങ്ങളും കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. അത് പാടാതെ തന്നെയാണ്. അപ്പം നിങ്ങളെ വിമർശിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ചരമദിനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇച്ചിരി മിതത്വത്തോടെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള ആരും തെറി വിളിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു സമൂഹത്തിൽ പൊതുവായിട്ടൊരു സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ പാസ്റ്റും നിങ്ങളുടെ മുന്നോട്ടുള്ള നിങ്ങളുടെ ചലനം പോലും ചകഞ്ഞ ആൾക്കാർ പറയും. അതിന് നിങ്ങൾ തെറി പറഞ്ഞിട്ടോ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നിർത്തി നിങ്ങൾ വീട്ടിനകത്ത് സ്വസ്ഥമായിട്ടിരിക്കണം. ഇതെല്ലാം ചിന്തിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാൻ. ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവരോടും കൂടാണ് നമ്മളെ പാസ്റ്റും നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, ജീവിത രീതി എങ്ങനെയാണ്, നമ്മളുടെ സ്വഭാവം എങ്ങനെയാണ്, നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഏതാണ്, നമ്മൾ കഴിക്കുന്ന ആഹാരം ഏതാണ്, ഇതൊക്കെ സോഷ്യൽ മീഡിയ പൊതുവായിട്ട് എല്ലാവരും നാളെ അറിയും. ഇപ്പം അറിഞ്ഞില്ലേ 10 ദിവസം കഴിയുമ്പോൾ അറിയും. അപ്പം അറിയുമ്പം സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതൊക്കെ തരണം ചെയ്യാനും അതൊക്കെ ഒരു നെഗറ്റീവ് അല്ല അതൊരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ, ഇവിടെ നിലനിൽക്കുള്ളൂ. അല്ലാത്തവർ വീട്ടിലകത്ത് കഞ്ഞിയും കുടിച്ച് കഞ്ഞിയും വെച്ച് കിട്ടുന്ന കഞ്ഞിയോ എവിടെന്നേലുമൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അതിന് ഏറ്റവും വലുതാണ് അഖിൽമാരാർ എന്തെല്ലാം ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം സഹിച്ചും സേവിച്ചും കേട്ടോണ്ടിരിക്കുന്ന ആളാണ്. ആശുപത്രി കോക്ക് റിവ്യൂ പറഞ്ഞ് പോലീസ് കേസ് വരെയായി. എന്നിട്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനൊക്കെ ഒരു തൊലിക്കെട്ടി വേമ്പൊക്കെ വേണം. കാരണം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെ സ്വസ്ഥമായിട്ടിരിക്കണം. നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചരമദിനത്തിൽ അലിൻ ജോസ് പെരേര എന്ന കോമാളി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോമാളിത്തരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാം, അവനെ അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ അഭിനയിച്ച ആളാന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ അതേ കൊണ്ട് വന്ന് അലിൻ ജോസിനെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിച്ച് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് 2 വാക്ക് സംസാരിപ്പിക്കുന്ന ഒരു വീഡിയോ ഇടുന്നതിൽ നല്ലത് അദ്ദേഹത്തിൻ്റെ കലാരൂപമായ ഡാൻസുകളെയും പാട്ടുകളും അവതരിപ്പിച്ചത് പോരാഞ്ഞ് നിങ്ങൾ അതിന് പ്രോത്സാഹനം കൊടുക്കുകയോടെ ചെയ്തപ്പോൾ സമൂഹം നിങ്ങളെ എന്താണ് വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്ക്. നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്ക്. ഏറ്റവും വലിയ ഉദാഹരണം, അവിടെ കുറെ കോമാളികൾ അതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. അവരും കൈയടിച്ച് ചിരിച്ച് സന്തോഷിക്കുകയാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ആ പ്രജീഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂടെ അഭിനയിച്ച ഒരു പ്രജീഷൻ ഭാര്യയും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രജീഷിനോടും ഭാര്യ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് കൂടെ ചോദിക്കുകയാണ്, പ്രജീഷിന് ഇതുപോലൊരു അബദ്ധം പറ്റിപ്പോയി, പ്രജീഷിന് എന്തെങ്കിലും സംഭവിച്ചു പോയി, ഈ ഭാര്യയായ പെൺകുട്ടി ഇതുപോലെ ചരമദിനത്തിൽ ഇതുപോലെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. ആ പെൺകുട്ടിയോട് ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ചോദിച്ചു നോക്കൂ.
വളരെ ദുഃഖത്തോടെ ഇരിക്കത്തുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ ഒരു ആത്മാർത്ഥമുള്ള ഒരു ഭാര്യയ്ക്കും കഴിയില്ല. പക്ഷെ ഇവിടെ ആത്മാർത്ഥം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആത്മാർത്ഥം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു കോമാളിത്തരം കാണിക്കേണ്ടത്? അതും വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കേണ്ട, അല്ലെങ്കിൽ ഇങ്ങനൊരു സമയത്തിൽ അലിൻ ജോസിനെ പ്രോത്സാഹിപ്പിക്കുക, അവനോട് പറയണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അലിൻ ജോസ് പെരേര കഴിഞ്ഞ ദിവസം ക്ഷമാപണം നടത്തി. എനിക്കത് അറിയത്തില്ലായിരുന്നു, എനിക്കത് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാര്യം തീർന്നു. നിങ്ങളത് ചെയ്താൽ മതി. എനിക്കും അന്നത്തെ ദിവസം എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു, ആ പയ്യൻ അവിടെ വന്ന് ഡാൻസ് കളിച്ചു, ഞാൻ ആ പയ്യനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞ കാര്യം തീർന്നാൽ മതി, പ്രശ്നം തീർന്നു. പക്ഷെ അതല്ല, നിങ്ങളത് ചെയ്ത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരെ അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, കൊല്ലസൂതി എന്ന് പറഞ്ഞ ആൾക്കാരെ ഈ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിഷമിച്ച കലാഭവൻ മണി ചേട്ടന് ശേഷം ഏറ്റവും കൂടുതൽ കേരള ജനത വിഷമിച്ച ഒരു മരണമാണ് കൊല്ലസൂതി ചേട്ടൻ്റെ. അപ്പോൾ അതേ സംബന്ധിച്ച് ഈ ജനത പറഞ്ഞേ ഇരിക്കത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഞങ്ങൾ കണ്ടത് സമൂഹം മരിച്ചു കഴിഞ്ഞപ്പോൾ, ഞാനിപ്പോൾ ഓർക്കുന്നു, കൊല്ലസൂതി ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് അടുത്ത ദിവസം, അന്ന് അദ്ദേഹത്തിൻ്റെ വൈഫായ നിങ്ങളുടെ കരച്ചിലും എല്ലാം ഞങ്ങൾക്ക് സങ്കടം വന്നു. ഇപ്പം സങ്കടം, നിങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടമേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതെന്ന്. അപ്പം അത് ജനങ്ങൾ പറയും. നിങ്ങൾ സമൂഹത്തിന് നിങ്ങളെ അംഗീകരിച്ചു പോകുന്ന, സമൂഹത്തിന് ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് പറയും. നിങ്ങൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമുകളൊക്കെ ഈ കേരള ജനത ഫുള്ളും കാണും. പക്ഷെ നിങ്ങൾ നിൽക്കേണ്ടതൊരു രീതിയുണ്ട്. കൊല്ലസൂതി എങ്ങനെ നിന്നോ അതേപോലെ നിങ്ങൾ നിൽക്കണം. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ആളാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ വൈറൽ അല്ലെങ്കിലും സോഷ്യൽ മീഡിയ നിങ്ങളെ അന്വേഷിക്കുന്ന ഒരാളാണ്, നിങ്ങളെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ അതേ രീതി നിൽക്കണം. കൊല്ലസൂതി എന്ത് ചെയ്തു അതേ വൈഫ് നിൽക്കണം. അല്ലെങ്കിൽ കൊല്ലസൂതി എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾ എടുത്ത് മാറ്റി, ഇനി മുതൽ ഞാൻ കൊല്ലസൂതിയുടെ വൈഫല്ല, ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചു, ഞാൻ വേറൊരു കുടുംബജീവിതം നയിക്കുകയാണ്, അപ്പോൾ അത് ഞാൻ കൊല്ലസൂതിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഈ സുധിലയവുമായിട്ടും കൊല്ലസൂതിയുമായിട്ടും ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ആരും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് പോക്കോ. ഈ കൊല്ലസൂതി എന്ന് പറയുന്ന ആളുടെ ഭാര്യ ഞാനൊന്നും മാരിയ സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് കാണിച്ച് നിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളെ 100% സോഷ്യൽ മീഡിയ എടുത്ത് കുടഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ സമൂഹത്തിൻ്റെ ഒരു പാർട്ടാണ്. കൊല്ലസൂതി സമൂഹത്തിൻ്റെ ഒരു പാർട്ട്, നിങ്ങൾ സമൂഹത്തിൻ്റെ ഒരു പാർട്ടാണ്. നിങ്ങൾ നിൽക്കേണ്ടതും നിങ്ങൾ ചെയ്യേണ്ടതും ചില കാര്യങ്ങളുണ്ട്. അപ്പം എന്തു തന്നെയായാലും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ രേണുസുതി കൊല്ലസൂതിയുടെ ചരമദിനത്തിൽ ചെയ്തത് ഒരിക്കലും ശരിയായില്ല. ക്ഷമ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ തെറി പറയാതെ ക്ഷമ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഇതെങ്കിലും കാണിക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു.